ഇൻസ്റ്റാഗ്രാമിന്റെ ഫൗണ്ടർ കെവിൻ സിസ്ട്രോം പോസ്റ്റ് ചെയ്ത ഈ ഒരു ഇമേജാണ് ഇൻസ്റ്റാഗ്രാമിലെ ആദ്യത്തെ ഇമേജ്. എന്നാൽ നിങ്ങൾ കെവിൻ സിസ്ട്രോമിന്റെ അക്കൗണ്ടിൽ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഗ്രിഡിൽ നിങ്ങൾ കാണുന്നത് ഒരു ലൈറ്റ് ഐക്കൺസിന്റെ ഇമേജാണ്. അതിന് ശേഷം പോസ്റ്റ് ചെയ്തതായിട്ടാണ് ഈ ഒരു ഡോഗിന്റെ ഇമേജ് നിങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ലോകമെമ്പാടുള്ള ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യത്തെ പോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലേക്ക് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ലൈറ്റ് ഐക്കൺസ് ഫോട്ടോ കണ്ട് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ അടുത്ത്, അതായത് 2025 ആ ഒരു പോസ്റ്റിന്റെ ക്യാപ്ഷന് ചെറുതായിട്ട് എഡിറ്റ് ചെയ്തിരുന്നു. എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. സിസ്റ്റത്തിൽ എന്തോ ഓർഡർ തെറ്റിയതാണ്. യഥാർത്ഥത്തിൽ ഡോഗിൻ്റെയും കാലിൻ്റെയും ഫോട്ടോ തന്നെയാണ് ആദ്യത്തേത്. അത് അങ്ങനെയായിരുന്നു കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് കാരണം ഒരു സാങ്കേതിക തകരാറാണ്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഇൻസ്റ്റാഗ്രാം സെർവറുകൾ ഒരുപാട് തവണ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് ഈ ഒരു ഡാറ്റാബേസ് മാറ്റങ്ങൾക്കിടയിൽ ആപ്പ് പബ്ലിക് ആകുന്നതിന് മുമ്പ് തന്നെ അവർ പോസ്റ്റ് ചെയ്തിരുന്ന ടെസ്റ്റ് ഫോട്ടോകളുടെ സമയത്തിൽ സിസ്റ്റത്തിന് ഒരു ചെറിയൊരു തെറ്റ് പറ്റി. അങ്ങനെയാണ് നായയുടെ ഫോട്ടോയ്ക്ക് പകരം വേറൊരു ടെസ്റ്റ് ഫോട്ടോ ആയിക്കൊണ്ടുള്ള ലൈറ്റ് ഐക്കൺസിൻ്റെ ഇമേജ് ഏറ്റവും താഴേക്ക് മാറിപ്പോയത്. 2018 ഫേസ്ബുക്കുമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് കമ്പനി വിട്ട കെവിൻ സിസ്ട്രോം ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ യാതൊരു നിയന്ത്രണവുമില്ല. അതുകൊണ്ട് സ്വന്തം പ്രൊഫൈൽ വന്നിട്ടുള്ള ഈ ഒരു സിസ്റ്റം എറർ സാങ്കേതികമായിട്ട് തിരുത്താൻ അദ്ദേഹത്തിന് കഴിയില്ല. 2018 ഫേസ്ബുക്കുമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് കെവിൻ കമ്പനി വിട്ടു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഒരു ഫൗണ്ടർ സ്വന്തം കമ്പനി വിട്ട് പുറത്ത് പോകേണ്ട സാഹചര്യം എങ്ങനെ വന്നേ? അറിയുന്നവർ കമൻറ്റ് ബിലോ. കൂടുതലായിക്കാണ്ട് നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം.